യമനിലെ ജയിലിൽ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് നിമിഷപ്രിയ. ഏതു സമയവും വധശിക്ഷ നടപ്പാക്കിയേക്കാമെന്ന ആശങ്ക ഉള്ളിലുണ്ട്. തന്റെ ജീവിതം പിച്ചി ചീന്തിയവനെ വകവരുത്തിയ കുറ്റത്തിനാണ് നിമിഷയെ തൂക്കിക്കൊല്ലാൻ യമൻ കോടതി ശിക്ഷ വിധിച്ചത്. പാലക്കാട് സ്വദേശിനിയായ യുവതിയുടെ മോചനത്തിന് സർക്കാർ തലത്തിലുൾപ്പെടെ പല രീതിയിലുള്ള ഇടപെടലുകളും നടന്നതാണ്. എന്നാൽ എല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കുന്നു. വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെന്ന് ഒരു വനിതാ അഭിഭാഷകയാണ് ജയിലിലേക്ക് ഫോൺ ചെയ്ത് നിമിഷപ്രിയയെ അറിയിച്ചത്. പെരുന്നാളിന് ശേഷം വധശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിമിഷയുടെ ആശങ്ക. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്നവർക്ക് നിരാശ നൽകുന്നതായിരുന്നു ആ ശബ്ദ സന്ദേശം. യമനിലെ ജയിലിൽ നിന്നും നിമിഷപ്രിയ തന്നെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ തന്റെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കിയേക്കുമെന്ന ആശങ്കയാണ് അവർ പങ്കുവച്ചത്. ശേഷം ഇവിടുത്തെ കുറച്ചു നേരം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ്, ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അതുമായിട്ട് അവർ തന്നെ ഫോണിൽ, ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? മോചനത്തിനായി പരിശ്രമിക്കുന്നവർക്ക് നിരാശ നൽകിയ മണിക്കൂറുകൾ. എന്നാൽ പിന്നാലെ എത്തിയ യമൻ ജയിൽ അധികൃതരുടെ വിശദീകരണം വീണ്ടും പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിച്ചു. നിമിഷപ്രിയ ആശങ്കപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. വധശിക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഒരറിയിപ്പും ജയിൽ അധികൃതർക്ക് കിട്ടിയിട്ടില്ല. യമൻ പൗരനെ കൊല ചെയ്ത കുറ്റത്തിന് വധശിക്ഷ കാത്തു വർഷങ്ങളായി നിമിഷപ്രിയ ജയിലിലാണ്. വധശിക്ഷ യമൻ സുപ്രീം കൗൺസിലും ശരിവച്ചതോടെ കോടതിക്ക് പുറത്തെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ മോചനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കൊപ്പം അമ്മ പ്രേമകുമാരിയും മാസങ്ങളായി യമനിൽ തങ്ങുകയാണ്. മരണപ്പെട്ട യമനീസ് പൗരന്റെ ബന്ധുക്കൾക്ക് ദയാധനം നൽകി മോചനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. യമൻ പൗരന്റെ ബന്ധുക്കളുമായി പലവട്ടം ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടും അതും ഫലം കണ്ടിട്ടില്ല. യമനിൽ കൃത്യമായ ഭരണ സംവിധാനമില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാരിനും ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. റമദാൻ മാസം പൂർത്തിയാവുന്നതോടെ വധശിക്ഷ നടപടിക്രമങ്ങൾക്ക് വേഗത കൈവന്നേക്കാം. അതിനു മുമ്പായി യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായി ധാരണയെത്തണം. പുതിയ സാഹചര്യത്തിൽ ചർച്ചകൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.